സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. മഹാദേവ്യൈ നമഃ, മഹാലക്ഷ്മീ നമഃ, മഹാസരസ്വത്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 22-ാമത്തെ അധ്യായമാണ് നാം ഇന്നലെ അവലോകനം ചെയ്ത് സമർപ്പിച്ചത്. അടുത്തതായി ഇന്ന് തുടങ്ങുന്നതായിട്ടുള്ള 23-ാമത്തെ അധ്യായത്തിൽ ഹരിശ്ചന്ദ്രൻ ചാണ്ടാലൻ്റെ ദാസ്യവൃത്തി സ്വീകരിച്ച കഥയെയാണ് വിവരിച്ചു കൊണ്ടുപോകുന്നത് വ്യാസൻ. തമേവ മുക്ത്വാ രാജാനാം നിർഘൃണം നിഷ്ഠുരം വച തദാദായ ധനം പൂർണ്ണം കുപിതഃ കൗശികോ യയൗ. രാജാവിനോട്, ഹരിശ്ചന്ദ്രനോട്, താൻ സൂര്യാസ്തമനത്തിനുള്ളിൽ വീണ്ടും വരും, അപ്പോഴേക്കും ബാക്കി പറഞ്ഞിരുന്ന ധനം തനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ ഇപ്പോൾ ഹരിശ്ചന്ദ്രൻ ഭാര്യയെയും മകനെയും വിറ്റുകിട്ടിയ കൊടുത്ത ധനം മുഴുവൻ എടുത്തുകൊണ്ട് കോപത്തോടുകൂടി അവിടെ നിന്ന് പോയി. വിശ്വാമിത്രൻ പോയി കഴിഞ്ഞപ്പോഴാണ് രാജാവ് ദുഃഖത്തിൽ വീണ്ടും ചുടുനീർ വിട്ടുകൊണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹാപാപിയാണ് ഞാൻ. എന്നെ തന്നെ ഞാൻ ഇനി ഇതാ വിൽക്കാൻ പോവുകയാണ്. എൻ്റെ ഈ ശരീരം വിലയ്ക്ക് വാങ്ങുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് കരുതുന്നവൻ ഇതിന് വില പറയുക. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വില കിട്ടിയാലേ എനിക്ക് പ്രയോജനമുള്ളൂ എന്നൊക്കെ പറഞ്ഞിതാ അവിടെ നിന്ന് ആ നഗരമധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ വിൽക്കാനായിക്കൊണ്ടിതാ ഒരുമ്പിടുകയാണ്. ആ സമയത്ത് ഒരു ചണ്ടാലൻ്റെ രൂപം ധരിച്ച് യമധർമ്മൻ അവിടെ എത്തിയെന്നാണ് പറയണത്. നല്ല അടുത്തു വരുമ്പോൾ തന്നെ ഒരു ദുഷിച്ച ഗന്ധം, വികൃതമായിട്ടുള്ള സ്വരൂപം ഒക്കെയാണത്രേ ധരിച്ചു വന്നത് യമധർമ്മൻ. നല്ല കറുത്ത നിറം, കുടവയറ്, കോന്ത്രം പല്ലുകൾ, കണ്ടാൽ തന്നെ ഒരു വികൃതമായിട്ടുള്ള ഭയം തോന്നുന്നതും അതേസമയം അറപ്പ് തോന്നുന്നതുമായിട്ടുള്ള ഒരു രൂപം. അങ്ങനെ ആ ചണ്ടാളൻ്റെ കയ്യിൽ ഒരു ജീർണിച്ച ദണ്ഡവുമുണ്ട്, അസ്ഥിമാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു രൂപം സ്വീകരിച്ചാണ് അത്ര യമധർമ്മൻ അവിടെ വന്നത്. അങ്ങനെ ചണ്ടാളവേഷത്തിൽ വന്ന യമധർമ്മൻ അവിടെ വന്നിട്ട് ഹരിശ്ചന്ദ്രനോട് പറയാണ്, ദാസനായി നിന്നെ വിലയ്ക്ക് വാങ്ങിക്കോളാം, എനിക്കൊരു വേലക്കാരനെ ആവശ്യമുണ്ട്, എന്താണ് നിൻ്റെ വില? ആ വില ഞാൻ തന്നോളാം എന്ന് പറയുകയാണ്. അവനെ നോക്കിയിട്ട് ഹരിശ്ചന്ദ്രൻ ചോദിച്ചു, നീ ആരാന്ന്? അപ്പോൾ ചണ്ടാളൻ പറഞ്ഞു, ഇവിടെയൊക്കെ എല്ലാവർക്കും എന്നെ നന്നായിട്ടറിയാം, ഞാനൊരു ചണ്ടാളനാണ്. അപ്പോൾ ശ്മശാനത്തിൽ ഞാൻ പറയുന്നത് കേട്ട് ജോലി ചെയ്യാനായിട്ട് എനിക്കൊരു ആൾ വേണം. അതിനാണപ്പം ഞാൻ തന്നെ സ്വയം വിൽക്കാൻ തയ്യാറായ തന്നെ മേടിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് എന്ന് ആ ചണ്ടാളം പറഞ്ഞത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു,
ബ്രാഹ്മണനോ ക്ഷത്രിയനോ എന്നെ വിലയ്ക്ക് വാങ്ങാം, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണല്ലോ വേദങ്ങളിലും വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ചണ്ടാളൻ പറഞ്ഞു, അങ്ങ് പറയുന്നതൊക്കെ ധർമ്മം തന്നെയാണ്, എന്നാൽ ഇതൊന്നും ആലോചിക്കാതെ അങ്ങ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ പറഞ്ഞതോ? ആലോചിച്ചു പറയുന്നവനെ ആഗ്രഹം നേടാൻ കഴിയൂ. ഒന്നും ആലോചിക്കാതെ ആണല്ലോ അങ്ങ് പറഞ്ഞത്. സ്വയം എന്നെ വിൽക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ പറയുന്ന ധനം തരാൻ തയ്യാറുള്ളവർക്ക് എന്നെ മേടിക്കാം, അങ്ങനെയല്ലേ ഇപ്പം അങ്ങ് പറഞ്ഞത്? അങ്ങ് പറഞ്ഞില്ലല്ലോ ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ എന്നെ മേടിക്കാം എന്നല്ലല്ലോ അങ്ങ് പറഞ്ഞത്. അപ്പോൾ അങ്ങ് പറഞ്ഞ ആ വാക്ക് സത്യം ആണ് എന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങേ മേടിക്കാം. അതല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ വാക്ക് അസത്യമാവുമെന്ന് വീണ്ടും ആ ചണ്ടാളൻ അവിടെ പറഞ്ഞു. അത് കേട്ട ഹരിശ്ചന്ദ്രൻ ചിന്തിച്ചു, അസത്യം പറയുന്നവൻ മനുഷ്യാധമനാണ്, ക്രൂരമായ നരകത്തിലേക്കാണ് പോകേണ്ടി വരിക. അതുകൊണ്ട് അസത്യമല്ല എനിക്ക് ശ്രേഷ്ഠം, അതിനേക്കാൾ ഭേദം ചണ്ടാളത്വം തന്നെയാണ് എന്ന് അത് സ്വീകരിക്കാൻ ഹരിശ്ചന്ദ്രൻ തയ്യാറായി. ഇവർ രണ്ടുപേരും ഈ ചണ്ടാളൻ്റെ രൂപത്തിൽ വന്ന യമനും ഹരിശ്ചന്ദ്രനും രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാമിത്രൻ അവിടെ എത്തി. അദ്ദേഹം ക്രോധത്തോടുകൂടി ഹരിശ്ചന്ദ്രനോട് പറഞ്ഞു, ഈ ചണ്ടാളൻ നീ ആഗ്രഹിക്കുന്ന ധനം നൽകാൻ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വയം വിറ്റ് യജ്ഞദക്ഷിണ ബാക്കി വയ്ക്കാതെ ആ ധനം മേടിച്ചെനിക്ക് തരൂ എന്ന് പറഞ്ഞ് വിശ്വാമിത്രനും അവിടെ എത്തി. അപ്പം രാജാവ് പറയുകയാണ് വിശ്വാമിത്രനോട്, ഞാൻ സൂര്യവംശത്തിൽ ജനിച്ചവനാണ് എന്ന് അങ്ങേക്ക് അറിയാലോ. ധനം മോഹിച്ച് ഞാൻ എങ്ങനെ ചണ്ടാലൻ്റെ ദാസ്യവൃത്തി സ്വീകരിക്കും? അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ചണ്ടാലന് സ്വയം വിറ്റ് നേടിയതാണെങ്കിലും എനിക്ക് ധനം തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശപിക്കും. നീ എന്തു ചെയ്തു എന്നുള്ളതിൽ എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് പറഞ്ഞ ദക്ഷിണ നീ തന്നേ പറ്റുള്ളൂ. ഈ ചണ്ടാലൻ അല്ലാതെ കണ്ട ഇപ്പോൾ ഇത്രയും നീ ചോദിക്കുന്ന ധനം വേറെ ആരും ഇപ്പോൾ തരാനായിട്ട് ഇവിടെ ഇല്ല. സമയമാണെങ്കിലില്ല. ഇന്ന് സൂര്യാസ്തമനത്തോട് കൂടിയിട്ട് നിനക്ക് ഞാൻ തന്ന സമയവും കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ ധനം സൂര്യാസ്തമനത്തിന് മുമ്പ് നീ തരണം, അല്ലെങ്കിൽ നീ പറഞ്ഞ വാക്ക് അസത്യമാവും, ഞാൻ തന്നെ ശപിക്കും. ആ ശാപത്തിന് നീ പാത്രീഭൂതനാകേണ്ടി വരും. സൂര്യൻ അസ്തമിക്കാൻ ഇനി അരനാഴിക കൂടിയേ സമയമുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ ധർമാധർമ്മങ്ങളെയൊന്നും നീ വിചാരിക്കേണ്ട, ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. സ്വയം ഈ ചണ്ടാളൻ്റെ ദാസ്യനായിക്കൊണ്ട് അവനിൽ നിന്നും ധനം മേടിച്ച് എനിക്ക് ബാക്കി തരാനുള്ള ധനത്തിന് തരൂ എന്ന് വിശ്വാമിത്രൻ ഇതവിടെ പ്രേരിപ്പിക്കണു. ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. മഹാദേവ്യൈ നമഃ.